വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിന് ഇതുപോലെ ഒരു പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുത്താലുണ്ടല്ലോ എപ്പോ കാലിയാക്കി തന്നു ചോദിച്ചാൽ മതി. അതും ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ മധുരത്തിനായിട്ട് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് 1 കപ്പ് ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് ശർക്കരയൊക്കെ ഒന്നങ്ങ് അരന്ന് വന്നാൽ മാത്രം മതി. അപ്പൊ അതവിടെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാവേ. ഇനിയിപ്പോ ഒരേ 1 ടീസ്പൂൺ മാത്രം നെയ്യൊന്ന് ചൂടാക്കി ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് പച്ചമണം മാറ്റിയെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു വന്നോളൂ ട്ടോ. പച്ചപ്പഴം എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ട്ടോ. ശരിക്കും ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് യോജിച്ച് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ നേരത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ആ വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് പറ്റി ഇതേപോലെ ബോൾസ് പോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ ബോൾസ് ഒക്കെയും ഇഡ്ഡലി പാത്രത്തിൽ ഒന്നും ആവിയും കൂടി കയറ്റിയെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ വൈകുന്നേരം നല്ലൊരു ചൂട് ചായയുടെ കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.